എഡ്യൂവേറ്റ് ഈസി ലേണിംഗ് ആൻഡ് ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മാത്സിൽ പുതിയൊരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്, ശരാശരി അല്ലെങ്കിൽ ആവറേജ്. അപ്പോൾ ഇതിനു മുമ്പ് ഭിന്നസംഖ്യകളെക്കുറിച്ചും അനുപാതത്തെക്കുറിച്ചും ഒരു ക്ലാസ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഈ വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്, ശരാശരി. അപ്പോൾ ശരാശരിയുടെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? തന്നിട്ടുള്ള സംഖ്യകളുടെ എല്ലാം തുക ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരാശരി കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളൊരു 5 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 10, 12, 14, 16, 18. ഇതിൻ്റെ ശരാശരി കാണാനാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക? ഇതെല്ലാം കൂടെ കൂട്ടുക. ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സ് ഉണ്ട്? നമുക്ക് 5 നമ്പേഴ്സാണുള്ളത്. അപ്പോൾ അത് വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം തന്നെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 70 കിട്ടുന്നുണ്ട്. 70 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ നമുക്ക് 70നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 16. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം, ഒരു സ്ഥാപനത്തിലെ 19 ജോലിക്കാരുടെ ശരാശരി ശമ്പളം 5000. മാനേജറുടെ ശമ്പളം 10000 ആയിരുന്നാൽ 20 പേരുടെയും ശരാശരി ശമ്പളം എത്രയാണ്? ഇത് നമുക്ക് 2 തരത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം ആ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് ശരാശരിയും തന്നിട്ടുണ്ട്, നമ്പറും തന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ ആകെ എത്രയാണ് എന്നുള്ളത്, അല്ലേ, അതായത് എല്ലാവരുടെയും ശമ്പളം കൂട്ടിയാലുള്ള തുക എത്രയാണെന്നുള്ളത് കിട്ടുമല്ലോ. അപ്പോൾ 19 പേരുണ്ട് ഇൻറ്റു ഓരോരുത്തർക്കും വെച്ച് 5000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ആകെ ശമ്പളം കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 95,000 കിട്ടും. അപ്പോൾ ഇത്രയാണ് ആകെ ശമ്പളം. ഇനി മാനേജർ കൂടെ വന്നു, അല്ലേ. അപ്പോൾ മാനേജറുടെ ശമ്പളം എത്രയാണ്? 10000. അപ്പോൾ അതെന്ത് ചെയ്യുക? ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 95,000ൻ്റെ കൂടെ 10000 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1,05,000 എന്ന് കിട്ടും. അപ്പോൾ മാനേജറും കൂടെ വന്നപ്പോൾ ഇപ്പോൾ ആകെ എത്ര പേരായി? 20 പേരായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആകെ തുകയിൽ നിന്ന് നമ്മൾ എത്ര വെച്ചാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മുടെ നമ്പർ 20 ആണ്. അത് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5250 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ശരാശരി. ഇനി ഇത് നമുക്ക് വേറൊരു മെത്തേഡിൽ ചെയ്യാം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 19 പേരുടെ ശരാശരി ശമ്പളം എന്ന് പറയുന്നത് 5000 രൂപയാണ്, അല്ലേ. അപ്പോൾ മാനേജർ കൂടെ വന്നപ്പോൾ 10000 ആണ് കൂടിയിട്ടുള്ളത്. അത് 10000 കൂടിയെന്നല്ല, മാനേജറുടെ ശമ്പളം 10000 ആണ്. അപ്പോൾ 5000ത്തിനേക്കാളും എത്ര കൂടുതലാണ്? 5000 തന്നെ കൂടുതലാണ്. ഈ 5000 എടുക്കുക. ഈ 5000ത്തിന് നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോൾ എത്ര പേരാണുള്ളത്? 19 പേരാണ്. മാനേജറും കൂടെ വന്നപ്പോൾ എത്ര പേരായത്? 20 പേര്. അപ്പോൾ 20 പേരെയും കൊണ്ട് എന്ത് ചെയ്യുക? ഈ 5000ത്തിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 5000ത്തിനെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 250. അത് നമ്മുടെ ഈ ആദ്യത്തെ ശരാശരിയുടെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5250 തന്നെ കിട്ടും. ഇതൊരു 2 സ്റ്റെപ്പിൽ പണി കഴിയുന്ന കാര്യമാണ്. ഏതാണോ പഠിക്കാൻ എളുപ്പം അത് ചെയ്താൽ മതി. അടുത്ത ചോദ്യം, 8 സംഖ്യകളുടെ ശരാശരി A. 14 എന്ന സംഖ്യ 30 ആക്കിയാൽ ശരാശരി എത്രയാണ്? അപ്പോൾ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളാണ്, ചെയ്യാനും സിമ്പിൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്രയെന്ന് എടുക്കാം? 8 സംഖ്യകളുടെ ശരാശരി A ആണെങ്കിൽ രണ്ടും കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടും, അല്ലേ. 8A എന്ന് കിട്ടും. ഇനി 14 എന്ന സംഖ്യ 30 ആക്കുകയാണ്. അപ്പോൾ 30 നമ്മൾ കൂട്ടുന്നില്ല, 14 ഓൾറെഡി അവിടെ ഉണ്ടല്ലോ. അപ്പോൾ 30 14 കുറച്ച് കഴിഞ്ഞാൽ 16 മാത്രം നമുക്ക് അതിൻ്റെ കൂടെ കൂട്ടിയാൽ മതിയല്ലോ. അപ്പോൾ 8Aയുടെ കൂടെ എന്ത് ചെയ്യാം? 16 കൂട്ടിയാൽ ഇപ്പോൾ പുതിയ ആകെ കിട്ടും, അല്ലേ. പുതിയ ടോട്ടൽ കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? സംഖ്യകളുടെ എണ്ണം മാറുന്നുണ്ടോ? ഇല്ല, 8 തന്നെയാണ്. 8 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇത് രണ്ടിലും നമുക്ക് 8 കോമൺ ആയിട്ട് എടുക്കാം. കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ A ഉണ്ടാവും, പ്ലസ് ഇവിടെ എന്തുണ്ടാവും? 2 ഉണ്ടാവും. ഇപ്പോൾ 8 ഇൻറ്റു A പ്ലസ് 2/8. 8 8 ക്യാൻസലായി. ബാക്കി എത്രയുണ്ട്? A പ്ലസ് 2. ഇനി നമ്മുടെ സിമ്പിൾ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം ശരാശരി എടുക്കുക. A എടുത്തു. ഇനി നമുക്ക് എത്ര വെച്ചാണ് കൂടിയത്? 16 വെച്ചല്ലേ കൂടിയത്. അപ്പോൾ 16നെ 8 പേർക്കല്ലേ. 16നെ 8 വെച്ച് ഡിവൈഡ് ചെയ്യുക. 8 വെച്ച് ഡിവൈഡ് ചെയ്ത് എത്രയാണ് കിട്ടുന്നത്? 2 കിട്ടും. ആ 2 Aയുടെ കൂടെ കൂട്ടിയാൽ മതി. A പ്ലസ് 2. സിമ്പിളായിട്ട് കിട്ടിയില്ല, ഈസി അല്ലേ. അടുത്തത്, 20 സംഖ്യകളുടെ ശരാശരി 15 ആണ്. അവയിൽ ആദ്യത്തെ 12 സംഖ്യകളുടെ ശരാശരി 8 ആണ് എങ്കിൽ ബാക്കി സംഖ്യകളുടെ ശരാശരി എത്ര? അപ്പോൾ നമുക്ക് ഒരേ സംഖ്യകൾ തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ 20 സംഖ്യകളുടെ ശരാശരി 15 ആണ്. മീൻസ് ഇത് രണ്ടും കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടും. അപ്പോൾ 20ഉം 15ഉം കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 300 കിട്ടി.
ഇനി അതിൽ ആദ്യത്തെ 12 സംഖ്യകളുടെ ശരാശരി എത്രയാണ്? 8. ഇത് രണ്ടും കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ 12 നമ്പേഴ്സിൻ്റെ ടോട്ടൽ കിട്ടുമല്ലോ, 96. ഇനി 20 12 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര പേരുണ്ട്? 8 അല്ലേ? ബാക്കി 8 സംഖ്യകളുണ്ട്. അതുപോലെ 300ൽ നിന്ന് 96 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 204. അപ്പോൾ ഈ ബാക്കി സംഖ്യകളുടെ ശരാശരി അല്ലേ കാണേണ്ടത്? 204 ഡിവൈഡഡ് ബൈ 8 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 25.5. ഇതാണ് നമ്മുടെ ആൻസർ. അടുത്തത്, ഒരു കുടുംബത്തിലെ 6 പേരുടെ ശരാശരി വയസ്സ് 21 അതിൽ ഇളയ കുട്ടിയുടെ പ്രായം 6 വയസ്സാണെങ്കിൽ ആ കുട്ടി ജനിക്കുന്നതിന് തൊട്ട് മുൻപ് കുടുംബത്തിൻ്റെ ശരാശരി വയസ്സ് എത്ര എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇപ്പോൾ നമുക്ക് എണ്ണവും തന്നിട്ടുണ്ട്, ശരാശരി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആകെ എത്ര വയസ്സെന്നുള്ളത് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ 6 × 21 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 126. ഇതാണ് ഇപ്പോൾ ഉള്ള ടോട്ടൽ എല്ലാവരുടെയും വയസ്സ്. ഇനി കുട്ടിക്ക് ഇപ്പോൾ 6 വയസ്സാണ്. കുട്ടി ജനിക്കുന്നതിന് മുമ്പ് എന്ന് പറയുമ്പോൾ അതായത് 6 വർഷം മുമ്പ് എല്ലാവർക്കും 6 കുറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ 6 പേർക്ക് 6 വയസ്സ് വെച്ച് കുറഞ്ഞാൽ എത്ര കുറയും? 6 36ൻ്റെ കുറവുണ്ടാവും. അപ്പോൾ നമ്മുടെ 126ൽ നിന്ന് 36 കുറയ്ക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 90. അപ്പോൾ ഈ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് 5 പേരുടെ ടോട്ടൽ വയസ്സാണ് എത്ര? 90. അപ്പോൾ ഈ 5 പേരുടെ 90 ആണെങ്കിൽ നമുക്ക് ശരാശരി കാണാമല്ലോ. 90/5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 18. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ. അടുത്തത്, 30 ആളുകളുടെ ശരാശരി വയസ്സ് 35, അതിൽ 20 ആളുകളുടെ ശരാശരി വയസ്സ് 20 ആയാൽ ബാക്കിയുള്ള ആളുകളുടെ വയസ്സ് എത്രയാണ്? അപ്പോൾ നമുക്ക് ആകെ വയസ്സാണ് കാണേണ്ടത്, ശരാശരി ഒന്നും കാണണ്ട. അപ്പോൾ 30 പേരുടെ ശരാശരി തന്നിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ ആകെ എത്ര വയസ്സാണെന്നുള്ളത് കിട്ടുമല്ലോ. അപ്പോൾ 30 × 35 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 1050. അതിൽ 20 ആളുകളുടെ ശരാശരി വയസ്സ് തന്നിട്ടുണ്ട്. എത്രയാണ്? 20ആണ്. അപ്പോൾ 20 × 20 എത്രയാണ്? 400. അപ്പോൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകളുടെ വയസ്സായില്ലേ. അപ്പോൾ 1050 400 മൈനസ് ചെയ്താൽ 650. ഈ ഇടയായിട്ട് PSC റെഗുലറായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. 2 തരത്തിൽ ചെയ്യാം. ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 10. അപ്പോൾ 40 കുട്ടികൾ എന്ന് പറയുമ്പോൾ 40 × 10 ചെയ്ത് കഴിഞ്ഞാൽ ആകെ വയസ്സ് കിട്ടുമല്ലോ. അപ്പോൾ ആകെ വയസ്സ് എത്രയാണ്? 400. ഇനി ടീച്ചറിനെയും കൂടി ഉൾപ്പെടുത്തിയാൽ ശരാശരി 1 കൂടും. അപ്പോൾ ഇപ്പോൾ ശരാശരി 10, 1 കൂടിയാൽ 11 ടീച്ചറും കൂടെ വന്നപ്പോൾ 41 പേരായി അല്ലേ. അപ്പോൾ 41 പേർക്ക് 11 ശരാശരി ആണെങ്കിൽ എത്ര കിട്ടും? 451. ഇപ്പം മുമ്പത്തെ ആകെ വയസ്സറിയാം, ഇപ്പോഴത്തെ ആകെ വയസ്സറിയാം. അപ്പോൾ അത് രണ്ടും കൂടെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 51 എന്ന് കിട്ടും. അപ്പോൾ അതാണ് ടീച്ചറുടെ വയസ്സ്. ഇനി ഇതിൻ്റെ ഒരു സിമ്പിൾ മെത്തേഡാണ്. അതായത് നമ്മൾ ശരാശരി മാത്രം വെച്ചിട്ട് ടീച്ചറുടെ വയസ്സ് കണ്ടുപിടിക്കുക. അപ്പം ഇങ്ങനെ ആകെ കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ എത്രയാണ് ശരാശരി വയസ്സെന്ന് പറയുന്നത്? 10 അല്ലേ. അപ്പോൾ ആകെ 40 പേരുണ്ട്. ടീച്ചറും കൂടെ വന്നപ്പോൾ 41 അല്ലേ. 1 വെച്ചല്ലേ കൂടിയത്. അപ്പോൾ 41 × 1 41 തന്നെയാണ്. അപ്പോൾ ഈ 10ൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ മതി? 41 കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ടോട്ടൽ 51 തന്നെ കിട്ടും. അപ്പോൾ 41 പേർക്ക് 1 വെച്ച് കൂടി 41 അപ്പോൾ 41 ഈ ശരാശരിയുടെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 51 എന്ന് കിട്ടും. അടുത്ത ചോദ്യം ഇതേപോലത്തെ ചോദ്യം തന്നെയാണ്. 10 സംഖ്യകളുടെ ശരാശരി 40. അപ്പോൾ 10 × 40 400 അല്ലേ. അപ്പോൾ ആകെ സംഖ്യകളുടെ തുക നമുക്ക് കിട്ടി. ഇനി പുതിയതായിട്ട് ഒരു സംഖ്യ കൂടെ ചേരുകയാണ്. അപ്പോൾ എത്രയായി? 10 എന്നുള്ളത് ഇപ്പോൾ 11 2 കുറഞ്ഞു. അപ്പോൾ 40ൽ നിന്ന് 2 കുറഞ്ഞു 38. അപ്പോൾ ഇപ്പോൾ നമുക്ക് എത്രയാണ്? 418. അപ്പോൾ ഇത് രണ്ടും കൂടെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? പുതിയതായി ചേർത്ത സംഖ്യ എത്രയാണെന്നുള്ളത് കിട്ടി. ഇനി നമ്മുടെ സിമ്പിൾ മെത്തേഡും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ അതെങ്ങനെയാണ്? നമ്മൾ ശരാശരി മാത്രമല്ല എടുക്കുന്ന 40 എടുത്തു. പുതിയതായി ഒരു സംഖ്യ ചേർന്നു അല്ലേ. അപ്പോൾ എത്ര പേരായി? 11 സംഖ്യകളായി. എത്ര വെച്ചാൽ കുറഞ്ഞത്? 2 വെച്ച്. അപ്പോൾ 2 വെച്ച് മൾട്ടിപ്പിൾ ചെയ്യുക, 22. അപ്പോൾ ഈ 40ൽ എന്ത് ചെയ്താൽ മതി? കുറഞ്ഞത് കൊണ്ട് നമ്മൾ കുറയ്ക്കുക, 18. ഈസി ആയിട്ട് കിട്ടിയില്ലേ. അടുത്ത ചോദ്യം, ഒരു ക്ലാസ്സിൽ 9 പേരുടെ ശരാശരി പൊക്കം 160 സെൻറ്റിമീറ്റർ. പുതുതായി ഒരാൾ കൂടി ക്ലാസ്സിൽ ചേർന്നപ്പോൾ ശരാശരി 5 സെൻറ്റിമീറ്റർ കുറവുണ്ടായി എങ്കിൽ പുതുതായി വന്ന ആളുടെ ഉയരം എത്ര? അപ്പോൾ നമ്മളുടെ സിമ്പിൾ മെത്തേഡ് വെച്ച് ചെയ്യാൻ പോവുകയാണ് ഈ കണക്ക്. ഒരു ക്ലാസ്സിൽ 9 പേരുടെ ശരാശരി പൊക്കം 160 ആണല്ലേ. അപ്പോൾ നമുക്ക് 160 എന്നുള്ളത് മാത്രം എടുത്താൽ മതി. അപ്പോൾ 160 സെൻറ്റിമീറ്റർ. ഇനി ഒരാളും കൂടെ വന്നു. അപ്പോൾ ആകെ എത്ര പേരായി? 10 പേരായി. എത്ര വെച്ചാണ് കുറവുണ്ടായത്? 5 അല്ലേ കുറവുണ്ടായത്. അപ്പോൾ 10 × 5 50.
അപ്പോൾ 50 എന്ത് ചെയ്താൽ മതി, കുറവായതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, കുറയ്ക്കുക. 160 നിന്ന് 50 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 110. ഇതാണ് പുതിയതായി വന്ന ആളുടെ ഉയരം.